ഹായ്, ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചിക്കൻ കറിയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മടക്ക് ചപ്പാത്തിയുമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഈ പാനിൽ കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്. വലിയൊരു സവാളാണ് എടുത്തത്. ഇതൊന്ന് വഴറ്റിയെടുക്കട്ടോ. ഒരുപാട് അങ്ങനെ ബ്രൗൺ ആവുമൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇതിൽ പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ കൂടുതൽ വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 12 കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കട്ടോ. ഇത്രയും മതി. ഇനിയിപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ കൂടെ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ചൊരു പുതിനയില മല്ലിയിലേൻ്റെ അത്ര തന്നെ വേണ്ട കേട്ടോ, കുറച്ചൊന്ന് കുറയ്ക്കട്ടോ. അരക്കപ്പോളം തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. പിന്നെ ഞാൻ എടുത്തത് 1 കിലോ ചിക്കനാണ്. നന്നായിട്ട് കഴുകിയിട്ട് കറീൻ്റെ പീസ് വലിപ്പത്തിലാണ് എടുത്തത്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഗ്രീൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ ചിക്കൻ്റെ പീസുകളൊക്കെ മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം മിക്സാക്കി എടുക്കാൻ. ഇതൊന്നൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും വെച്ച് കൊടുത്താലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ആ കറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത്രയും സമയം വെച്ച് കൊടുക്കണേ. ഈ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ്റെ പീസുകൾ മാത്രം വെച്ച് കൊടുക്കട്ടെ. ഒരു വശം വെന്ത് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ. ഇതൊന്ന് കോരി മാറ്റുന്നുണ്ട്. നമുക്ക് ഈ സെയിം പാൻ തന്നെ ഉപയോഗിക്കാം, എന്നാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. പക്ഷെ ഞാനിപ്പോൾ ഒന്ന് പാൻ മാറ്റുന്നുണ്ട്. എന്താ വെച്ചാൽ കറിക്കൊരു കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് പാൻ മാറ്റുന്നുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സെയിം പാനിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, ഒരു 3 ഏലക്കായ, 3 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കനിൽ മാറ്റി വെച്ച ആ മസാല ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/4 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ കുറച്ച് മതി കേട്ടോ. ഇതിൽ കൂടുതൽ പച്ചമസാലയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇതിലേക്കൊരു നേരിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ആ വെള്ളം തിളയ്ക്കുന്നത് വരെ അടച്ച് വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ്. ഈ കുറച്ചൊരു കസൂരി മേത്തി ഇതേപോലെ കൈകൊണ്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കണം. എന്നിട്ടെല്ലാം കൂടെ മിക്സാക്കിയിട്ട് 2 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കട്ടെ. ആ കസൂരി മേത്തൊക്കെ ഇടുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറാണ്. ഇതാ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനൊരു മടക്ക് ചപ്പാത്തിയും കൂടിയാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്.
1 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്, അതേപോലെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ആട്ടയിൽ ചെയ്യാം, അതെല്ലാം മുഴുവനായിട്ട് മൈദയിൽ വേണമെങ്കിലും ചെയ്യട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു അളവിൽ എടുക്കുന്നതായിരിക്കട്ടെ കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം. കുറച്ചൊരു എണ്ണ മേലെ തടവി കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ ഉരുളനെക്കാട്ടും കുറച്ചും കൂടെ വലുപ്പത്തിലെടുക്കട്ടോ. എന്നിട്ട് ഇതേപോലെ പരത്തിയെടുക്കണം. ചപ്പാത്തിനെക്കാട്ടും കുറച്ചും കൂടെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. എന്നിട്ട് കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ മടക്കിയെടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇതേപോലെ പരത്തിയെടുക്കണേ. ഇത് 2 വിധത്തിൽ വേണമെങ്കിൽ ചെയ്യട്ടോ. ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ ചെയ്യാം, അതല്ല ചപ്പാത്തി പോലെ കുറച്ചൊരു നെയ്യ് തടവി കൊടുത്തിട്ട് ചുട്ടെടുക്കട്ടോ. ഓയിലൊന്നും പ്രശ്നമില്ലാത്തവർക്കാണെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യട്ടോ. അപ്പോൾ ഞാനിത് ചുട്ടെടുക്കുകയാണ്. ചപ്പാത്തി പോലെ കുറച്ചൊരു നെയ്യ് തടവി കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.